ചാനൽ ഇറ്റ്സ് മീ സുമി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഫേഷ്യലാണ്. നിങ്ങൾക്കിനി ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമില്ല. ബ്യൂട്ടി പാർലറിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ റിസൾട്ട് നമുക്ക് വീട്ടിൽ കുറച്ച് ഐറ്റംസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഞാനിവിടെ മിൽക്ക് എടുക്കുന്നുണ്ട്. മിൽക്ക് നമുക്ക് ക്ലെൻസിങ്ങിന് സഹായിക്കും. അതായത് നമ്മുടെ സ്കിന്നിനെ ഫസ്റ്റ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നിലെ ഡേർട്ടും ഇമ്പ്യൂരിറ്റീസും എക്സസ് ആയിട്ടുള്ള ഓയില് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനായിട്ട് പാല് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതാണ് ക്ലെൻസിങ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലെൻസിങ്. അപ്പോൾ നിങ്ങൾ ഒരു ഫേഷ്യലൊക്കെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ കിറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അതിലിപ്പോൾ 3, 4, 5 സ്റ്റെപ്പ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലെൻസിങ് ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഈ ഒരു പാല്. അപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ട് ഒരു കോട്ടൺ ഒരു പാഡ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ആ ഒരു പാല് ഫേസിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഫേസിലും നെക്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫേസിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, നിങ്ങൾ ചെയ്യുമ്പോൾ നെക്കിലും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലതായിട്ട് തുടച്ച് എന്താ പറയുക, ഫേസ് ഒരു മിനിറ്റൊക്കെ നന്നായിട്ടൊക്കെ തുടച്ചെടുക്കുക. എന്നിട്ട് ഇത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ നമുക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം. പിന്നെ എന്നിട്ടുണ്ടെങ്കിൽ ഒരു 10 വയസ്സിന് മേലുള്ള കുട്ടികൾക്കൊട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രബിങ് ആണ്. നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതിന് ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. രണ്ടാമത് ഞാൻ ചേർക്കുന്നത് പാലാണ്. നിങ്ങൾക്ക് റവ എടുക്കാം കേട്ടോ ഇതിന് പകരം. പക്ഷേ റവേനെക്കാട്ടും ഇത്രയും കൂടി നല്ല റിസൾട്ട് അരിപ്പൊടിയാണ്. പിന്നെ ഇപ്പോൾ അരിപ്പൊടി യൂസ് ചെയ്യാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്ക്രബിങ്ങിനായിട്ട് പഞ്ചസാരയും ചേർക്കാം. പഞ്ചസാര തേനും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യാം ഫേസിൽ. പക്ഷേ ഒരുപാട് ഹാർഷ് ആവരുത്, ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് നേരം ചെയ്യേണ്ട, 1 മിനിറ്റൊക്കെ മാത്രം ചെയ്താൽ മതി. അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മിനിറ്റൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഞാനിത് തരിതരിയായിട്ടുള്ള അരിപ്പൊടിയല്ല, ഇത്തിരി നൈസായിട്ടുള്ള പൊടിയാണ് എടുത്തേക്കണം. നിങ്ങൾക്ക് തരിതരിയായിട്ടുള്ളത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. സ്ക്രബിങ്ങിന് ഏറ്റവും നല്ലത് തരിതരിയായിട്ടുള്ള അരിപ്പൊടിയാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ നൈസായിട്ടുള്ള ഒരു അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പാലിൽ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നന്നായിട്ട് ആദ്യം ഫേസിലാക്കിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല സർക്കുലർ മോഷനിൽ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അരിപ്പൊടി നമ്മുടെ സ്കിന്നിലെ ഡേർട്ട് അതേപോലെ എക്സായിട്ടുള്ള ഓയിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യും. സ്കിൻ ലൈറ്റനിങ്ങിന് സഹായിക്കുന്നുണ്ട്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു നല്ലൊരു സംഭവമുണ്ട് അരിപ്പൊടി. നമ്മൾ കൂടുതൽ ആൾക്കാരും കടലമാവ്, ചെറുപയർ പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഈ ഒരു അരിപ്പൊടിയും ചേർക്കാം. കാരണം ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും തന്നെ ഈ ഒരു അരിപ്പൊടിക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മസാജ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ഫോളിയേഷൻ, ഡെഡ് സെൽസ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ടൈം എടുത്ത് സാവധാനം ചെയ്യുക കേട്ടോ. ഇത് നമ്മൾ ധൃതി പിടിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. പിന്നെ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ് ടൈമൊക്കെയാണ്. വെയിലൊന്നും കൊള്ളാതെ ഇരിക്കുന്ന ടൈമിൽ ചെയ്യാം, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതല്ലേ. എന്തെങ്കിലും ഒരു കല്യാണമോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് തലേ ദിവസം ഈവനിങ് ടൈമിലൊക്കെ ജസ്റ്റ് ചെയ്യുക. പിറ്റേ ദിവസം നല്ല സ്കിന്ന് നല്ല ഗ്ലോ ആയിരിക്കും. ഇത് ചെയ്ത ഉടനെ തന്നെ നല്ല ഗ്ലോ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്ത ഉടനെ വെയിലൊക്കെ കൊണ്ടുണ്ടെങ്കിൽ കരിവാളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്ത ഉടനെ തന്നെ പുറത്തിറങ്ങരുതെന്നൊക്കെ പറയണത്. ഇതിപ്പോൾ നമ്മളൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും നാച്ചുറലായിട്ടുള്ള കാര്യമാണെങ്കിലും എല്ലാം സെയിം ആണ് ആ ഒരു കാര്യത്തിൽ കേട്ടോ. ഞാൻ പുറത്തുനിന്ന് ഫേഷ്യൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. വീട്ടിലെ ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഹോം റെമഡീസ് കൊണ്ടുള്ള ഫേഷ്യലും ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും നല്ല സെയിം റിസൾട്ട് തന്നെയാണ്. എന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട, നമ്മുടെ സ്കിന്നിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. പുറത്ത് നമ്മളൊരു പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, ദൈവം എന്തെങ്കിലും സംഭവിക്കും, എന്തെങ്കിലും അലർജി ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ ഇത് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതായത് ഞാനൊരു 2-3 മിനിറ്റ് നന്നായിട്ട് മസാജൊക്കെ ചെയ്തു. അതിനുശേഷം ഒരു കോട്ടൺ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അരിപ്പൊടിയും പാലും സ്ക്രബിങ്ങിനായിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും തേനും യൂസ് ചെയ്യാം. പഞ്ചസാരയും തേനും യൂസ് ചെയ്യുമ്പോൾ പഞ്ചസാര മെൽട്ടായി പോണതിന് മുന്നേ നിങ്ങൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാര ഒരു ക്രിസ്റ്റൽസ് നല്ല രീതിയിൽ എന്താ പറയുക മസാജ് ചെയ്യരുത്, ലൈറ്റായിട്ട് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹാർഷായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പൊട്ടലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഫേസ് നല്ല സോഫ്റ്റും സ്മൂത്തായിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഫ്രഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു ബ്രൈറ്റൻ അപ്പ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഫേസ് കേട്ടോ. കാരണം നന്നായിട്ട് ക്ലീനും ആയി, അതേപോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിരുന്നു സ്കിന്ന്.
എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കോട്ടൺ ടവൽ, മൈക്രോ ഫൈബറിൻ്റെ ടവലാണ് ഇത്. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഫേസിൽ അൺഈവനായിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ടവൽ യൂസ് ചെയ്ത് നല്ലതായിരിക്കും ഫേസ് വൈപ്പ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫേസ് മസാജ് ചെയ്യാനായിട്ടുള്ള മസാജിങ് ക്രീമാണ് പ്രിപ്പയർ ചെയ്യണത്. അതിനായിട്ട് നല്ല കട്ടിയുള്ള തൈരും റോസ് പെറ്റൽ പൗഡറുമാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ റോസ് പെറ്റൽ പൗഡർ ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ വീട്ടിൽ റോസാപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ റോസാപ്പൂ ജസ്റ്റ് നന്നായിട്ടൊന്ന് അരച്ച് അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്താലും മതി. ഈ ഒരു തൈരിൻ്റെ ഒപ്പം കട്ട തൈര് എടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസും ഇട്ട് കൊടുക്കാവേ. എൻ്റെ കയ്യിൽ റോസ് പെറ്റൽ പൗഡർ ഉള്ളതുകൊണ്ട് ഞാൻ ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞ ഏത് കാര്യങ്ങൾ വേണമെങ്കിലും ട്രൈ ചെയ്യാം. അതായത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. അതാകുമ്പോൾ ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും ബീട്രൂട്ടിൻ്റെ ജ്യൂസ്. ഒരുപാടൊന്നും വേണ്ട. അതായത് നമ്മുടെ ഈ ഒരു തൈരിൽ ഒരുപാട് ലൂസാകുമ്പോഴേക്കും ഫേസിലിരിക്കില്ല, ഒലിച്ചിറങ്ങും. അപ്പോൾ അധികമൊന്നും ചേർക്കേണ്ട. ഒരു ടേബിൾ സ്പൂൺ ഒന്നല്ലെങ്കിൽ റോസാപ്പൂവിൻ്റെ ആ ഒരു ജ്യൂസ്, അല്ലാന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ്, അല്ലാന്നുണ്ടെങ്കിൽ റോസാപ്പൂ നിങ്ങളുടെ കയ്യിൽ കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ആ റോസാപ്പൂ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ ഇത്തിരി തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. എന്നിട്ട് അതെടുത്തിട്ട് നന്നായിട്ട് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തോളൂ കേട്ടോ. കാരണം ആ ഒരു തൈരിലെ ആ ഒരു എന്താ പറയുക, നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിൽ മോയ്സ്ചറൈസേഷൻ കിട്ടും. പിന്നെ തൈരിൽ ഒരുപാട് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ അപ്പ് ആവും കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മസാജ് ചെയ്യാൻ പറയണത്. പിന്നെ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടും. നല്ലൊരു ഗ്ലോ ഉണ്ടാവും ഫേസിൽ. തൈര് ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് മസാജ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുമ്പോൾ സ്കിന്നിൽ നല്ലൊരു എന്താ പറയുക, പിങ്കിഷ് ഗ്ലോ കിട്ടുന്ന പറയില്ലേ, ആ ഒരു രീതിയിൽ ഒരു തുടുപ്പൽ, ഒരു ചുവന്ന് തുടുത്തിരിക്കാന്നുള്ള രീതിയിൽ ആ ഒരു ഗ്ലോ കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസ് മസാജൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാം. സർക്കുലർ മോഷനിൽ കവളിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഫേസ് മസാജിലൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. ഞാൻ ഒരുപാട് വീഡിയോസ് കൊറിയൻകാരുടെ ഫേസ് മസാജ് കുറേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എനിക്കതിൽ ഈസി ആയിട്ട് തോന്നുന്ന സ്റ്റെപ്പുകളാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഫേസിൽ എനിക്ക് തോന്നിയൊരു പോരായ്മ, ഡബിൾ ചിന്നിൻ്റെ പ്രശ്നം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ വന്നതാണ് കഴുത്തിൻ്റെ അവിടെ അങ്ങനെ ഒരു എന്താ പറയുക, ഡബിൾ ചിന്നിൻ്റെ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നേ ഇല്ല. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാനിപ്പോഴും ഫേസ് യോഗയും മസാജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിൽ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പായിട്ടുള്ള ആ ഒരു ഫേസ് മസാജ്, ആ മസാജിങ് ക്രീം ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. അതൊരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് തുടക്കമാണ് ഫേസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു മൈക്രോ ഫൈബർ ടവൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒപ്പിയാണ് ഞാൻ തുടക്കുന്നത്. ഇനി നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ് ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കടലമാവോ അരിപ്പൊടിയോ ചെറുപയർ പൊടിയോ ഒക്കെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ റോസ് പെറ്റൽ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോസാപ്പൂ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ചേർക്കാം. പിന്നെ ഞാനിവിടെ കട്ടി തൈരാണ് ചേർത്തേക്കണത്. അത് നമ്മുടെ ഈ ഒരു പാക്ക് മിക്സ് ചെയ്യാനുള്ള അനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. ഒരുപാട് ലൂസ് ആവണ്ട. അത്യാവശ്യം ഈ ഒരു പേസ്റ്റ്, ഒരു തിക്ക് കൺസിസ്റ്റൻസി കണ്ടില്ലേ. നമുക്ക് ഫേസിൽ ഒരു ഫേസ് പാക്കായിട്ട് ഇടേണ്ടതാണ്. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണിത്. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ഒരു റോസ് പെറ്റൽ പൗഡറിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞില്ല. നമ്മുടെ സ്കിന്നിൽ നേരത്തെ പറഞ്ഞ പോലെ ഡേർട്ട് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാനായിട്ടാണെങ്കിലും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഫ്രഷ് ആയിട്ടിരിക്കുക. പിന്നെ ഈ ഒരു ഫേസ് പാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, തൈര് ചേർക്കുന്നത് കൊണ്ട് തന്നെ മുഖത്തെ കരിവാളിപ്പും കറുത്ത പാടുകളൊക്കെ ഫേഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അൺഈവനായിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ഈവൻ ടോണായിട്ടുള്ള സ്കിന്ന് കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ റെഗുലറായിട്ട് നമുക്ക് ഈ ഒരു തൈരൊക്കെ ഫേസ് മസാജ് ചെയ്യുകയാണെങ്കിൽ നല്ല നിറം വെക്കാൻ സഹായിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു നേരം, ഒന്നുമില്ലെങ്കിൽ മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ് ടൈമൊക്കെ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കാം. തൈരൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു നല്ല കട്ടി തൈരൊക്കെ എടുക്കാനായിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്കിൻ നിറം വെക്കാണ്ട് സഹായിക്കുന്നുണ്ട് തക്കാളി ഇല്ല, പഴുത്ത തക്കാളി അധികം നമുക്ക് ഒരു പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇതേപോലെ ഫേസിൽ ഡെയിലി മസാജ് ചെയ്ത് കൊടുക്കുക. അതും സ്കിന്നിൽ നല്ല നിറം വെക്കാനായിട്ടാണെങ്കിലും ബ്രൈറ്റൺ ആവാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു 4ാമത്തെ സ്റ്റെപ്പിലെ ഫേസ് പാക്ക് ഞാൻ ഫേസിൽ ഒരു 5-10 മിനിറ്റ് വെച്ചു. അതിനുശേഷം ഡ്രൈ ആയതിനു ശേഷം അത് തുടച്ചെടുക്കുകയാണ്. ഭയങ്കരമായിട്ട് വലിഞ്ഞ് മുറുകണ രീതിയിൽ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഡ്രൈ ആകാൻ വെച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോട്ടൺ സ്പോഞ്ച് ഞാൻ നന്നായിട്ട് നനച്ചതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പോരുന്നത്.
അപ്പോൾ നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് മേക്കപ്പ് ചെയ്തിട്ടായിരിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് തുടച്ച് കാണിക്കുന്നത്. ഇത്രയൊക്കെ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വന്നാലും മേക്കപ്പ് പോരുമല്ലോ. മേക്കപ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതെൻ്റെ സ്കിന്നിൻ്റെ കളർ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഫേഷ്യലിലെ ഈ ഒരു സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. ഒറ്റയടിക്ക് നിങ്ങൾ ഈ 4 സംഭവം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് എവിടെയെങ്കിലും റൂമിൽ കണ്ണാടിയുടെ മുന്നിലിരുന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഓരോരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ വാഷ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് 4ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, ഫേസ് വാഷ് ചെയ്തു. ഞാൻ തുടക്കുകയും ചെയ്തിട്ട് അതിനുശേഷമാണ് ഈ റിസൾട്ട് കാണുന്നത്. നമ്മൾ തൈര് ചേർത്തുകൊണ്ടാണ് സ്കിൻ അത്രയും ഡ്രൈ ആവാത്തത്. കാരണം മുൾട്ടാണി മിട്ടി ഇടുമ്പോഴേക്കും സ്കിൻ ഇത്തിരി ഡ്രൈ ആവും. സ്കിന്നിൽ ആ ഒരു ഓയിൽ കാര്യങ്ങളൊക്കെ റിമൂവ് ആകുമ്പോഴേക്കും ഭയങ്കര ഡ്രൈ ആവും. പക്ഷേ നമ്മൾ തൈര് ചേർത്തുകൊണ്ട് സ്കിന്ന് നല്ല ഇത്തിരി കൂടി ഗ്ലോയിങ്ങും ഇത്തിരി ഹൈഡ്രേറ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ഒരു സ്കിന്നിൽ കണ്ടില്ലേ കവിളിലൊക്കെ ഒരു തിളക്കം, ഒരു മെഴുമെഴുക്ക് പോലെ ആ ഒരു തൈര് ചേർത്തുകൊണ്ടാണ്. പക്ഷേ നമ്മൾ അതൊക്കെ ചേർത്ത് എങ്കിൽ പോലും നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യാണ്ട് മറക്കരുത്. ഏതൊരു ഫേസ് പാക്ക് യൂസ് ചെയ്താലും ഫേഷ്യൽ ചെയ്താലും മോയ്സ്ചറൈസർ മസ്റ്റാണ്. ഞാനിവിടെ പോൺസിൻ്റെ ലൈറ്റ് ജെല്ലായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യണം. പോൺസിൻ്റെ വൈറ്റമിൻ ഇയും ഗ്ലിസറിനും അടങ്ങിയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യണത് അത് യൂസ് ചെയ്യാം. പിന്നെ മോയ്സ്ചറൈസറൊന്നും യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അലോവേറ ജെൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും ഫേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം സ്കിന്നിലെ ഹൈഡ്രേഷൻ മസ്റ്റാണ്. സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും നല്ലൊരു ഹെൽത്തി ആയിട്ട് സ്കിന്നിലെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും മുഖക്കുരു കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നല്ല ക്ലിയറും ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് കിട്ടണമെങ്കിൽ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടും ക്ലീൻ ആയിട്ടും വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.